ഹലോ, ഒത്തിരി നാളായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിൽ ഒരു പോഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന വിരൾച്ച, അതുപോലെ തന്നെ പോഷകക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കി കൊണ്ടുവേണം. അപ്പം അമ്മമാരാണ് പ്രധാനമായിട്ടും പങ്കെടുക്കേണ്ടത്. അപ്പം ഞാനും 2 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ചെറുപയർ ലഡ്ഡുവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ എടുത്തിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ധാന്യവർഗ്ഗത്തിൽപ്പെടുന്ന ഈ ഒരു ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻസും മിനറൽസും അതുപോലെ തന്നെ ഒത്തിരി വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളും വലിയവരും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഈ ഒരു ചെറുപയർ നമ്മൾ ഡ്രൈ ആക്കാൻ വെച്ചിട്ട് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം പുറന്തോടൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെറുപയർ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ചെറുപയർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറുപയർ മാത്രം ഇട്ട് ഉണ്ടാക്കുമ്പോൾ ആ ചെറുപയറിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്തി നിൽക്കും. അപ്പം കുട്ടികൾക്ക് ചിലപ്പോൾ അതങ്ങോട്ട് കഴിക്കാനൊരു ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് അരിയും കൂടെ ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് അരിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ നമ്മൾ നെയ്യ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ബോൾസ് ആക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ നെയ്യിൽ ഇതൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതാ നമ്മളത് നന്നായിട്ട് തണുപ്പിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് കാഷ്യൂം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നമുക്ക് കഴിക്കാനാണെങ്കിൽ കുറച്ചൊരു തരിയൊക്കെ വെച്ച് പൊടിക്കാം. ഇതിപ്പോൾ കുട്ടികൾക്ക് ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ശർക്കര പാനിയിൽ അത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസുകളായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെറുപയർ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ഗ്രീനിഷ് കളറാണ് ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ അരിയും ശർക്കരയും കൂടെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഐറ്റം എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിന് റാഗിപ്പൊടിയാണ് എടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമൃതം പൊടി എടുത്തു എന്നേ ഉള്ളൂ. റാഗിപ്പൊടിയാണ് കുറച്ചും കൂടെ ഹെൽത്തി ആവുക. അപ്പം അത് നന്നായിട്ട് പാല് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. റാഗിപ്പൊടി ആണെങ്കിലും ഇതേപോലെ തന്നെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അമൃതം പൊടി കുറുക്കിയെടുത്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ചെറിയ പഴം ഇടുന്നുണ്ട്. റോബസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുപഴം ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ അതിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മധുരത്തിന് വേണ്ടിയിട്ട് തേനോ ശർക്കര എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് കുറച്ച് പാലും കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ ചെറിയ ഗ്ലാസ്സിലേക്ക് മാറ്റുക. അപ്പോൾ ഈ 2 സംഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒത്തിരി അമ്മമാർ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ 2 സംഭവങ്ങൾ, ഒന്ന് ഹെൽത്തി ഡ്രിങ്കും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ ലഡ്ഡുമാണ്. അപ്പോൾ രണ്ടും എല്ലാവർക്കും ഇഷ്ടമായി. ഫുള്ളായിട്ടും അവിടെയുള്ള അമ്മമാരും കുട്ടികളും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ അമ്മുനൂനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ അവളും ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അംഗൻവാടിയുടെ ഒരു മാം ഉണ്ട്. ആ മാഡം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളാണ് അതൊക്കെ ടേസ്റ്റ് ചെയ്യുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ടീച്ചർ സാലഡ് അതുപോലെ തന്നെ ബീട്രൂട്ട് കൊണ്ട് 1-2 സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതൊക്കെ ഓരോ അമ്മമാർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ ട്രൈ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ള വിഭവങ്ങളൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്, ഹെൽത്തിയാണ്. അതുപോലെ തന്നെ പ്രോട്ടീനും കലോറീസും വിറ്റാമിൻസും ഒക്കെ ഉള്ള ഫുഡാണ്. അപ്പം ഇതിൽ മക്കൾ ഏതാണ് കഴിക്കുന്നതെന്ന് നമുക്ക് നോട്ട് ചെയ്തിട്ട് അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടുള്ള 2ഉം കുട്ടികൾ ഫുള്ളായിട്ടും കഴിച്ചു. അപ്പോൾ അത് എനിക്ക് ഹാപ്പിയായി. പിന്നെ അത് 2ഉം നല്ലതാണെന്നും ഈ ഒരു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽത്തി ആണെന്ന്. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ അമൃതം പൊടിക്ക് പകരം റാഗി ആണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ആ മാം ക്ലാസ് എടുക്കുകയും അതുപോലെ തന്നെ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ വേറെ കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അംഗൻവാടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ നടക്കാറുണ്ട്. അത് ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ഒരു ശാരീരികവും മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക്
ഹെൽപ്ഫുൾ ആവുന്ന ഒത്തിരി ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. ധാന്യവർഗ്ഗങ്ങളൊക്കെ തന്നെയും കുട്ടികളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അംഗൻവാടിയിൽ ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും എന്നുള്ളൊരു സമ്പ്രദായം പണ്ട് തൊട്ടേ നിലനിന്ന് വരുന്നത്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഹെൽപ്ഫുൾ ആവും എന്നതുകൊണ്ട് തന്നെയാണ് അംഗൻവാടിയിൽ ഇതൊക്കെ സെർവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.